എന്റെ പൊന്നാൻറ്റി, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. നിങ്ങളുടെ മുടി കൊഴിച്ചിലും മരുന്നില്ല, അത് പാരമ്പര്യമാണേ. അതല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളൊക്കെ വേണമെങ്കിൽ എഴുതി തരാം, നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് കഴിക്കുകയും ചെയ്യും. പക്ഷെ മുടി കൊഴിച്ചിൽ മാറണ്ടേ? അതാ ഞാൻ പറഞ്ഞത് കേട്ടോളേ. വല്ല എണ്ണ എന്തെങ്കിലും കാച്ചി തേച്ചാൽ മതി എന്നേ, അത്രേ ഉള്ളൂ. ശരി ശരി ശരി, ഓക്കെ. വരൂ. എന്താ വിശേഷം? സാറേ, ഞാനേ കുറച്ച് നാൾ മുമ്പ് ടാറ്റു ചെയ്തായിരുന്നു ഇവിടെ. എന്താണ് ടാറ്റു ചെയ്തായിരുന്നു? എന്താ സ്വീറ്റി? അപ്പോൾ അതൊന്ന് മായിച്ചു തന്നെ എനിക്ക് പെട്ടെന്ന്. ആരാ ഈ സ്വീറ്റി? അതെൻ്റെ ഒരു കാമുകിയായിരുന്നു സാറേ. അപ്പോൾ അവളോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ എന്നോടുകൂടെ ടാറ്റു ചെയ്യാൻ പറഞ്ഞു. അവളുടെ പേര് പിന്നെ ഇപ്പം എന്തിനാ മായ്ക്കണതിന്? അച്ഛനൊക്കെ ഒരുപാട് വേണ്ടെന്ന് പറഞ്ഞാണ്. ഞാൻ എന്നിട്ടും അവരെയൊക്കെ എതിർത്ത് ഇവളുടെ പേരെഴുതി വെച്ച് ഇപ്പം അവള് വേറൊരുത്തൻ്റെ കൂടെ പോയി. അപ്പം ഇത് ഇവിടെ കിടന്നിട്ട് വേറൊന്നും സെറ്റാകണമില്ല. ഞാനിതും ചോദിച്ചിട്ട് നടക്കണല്ലോ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കളഞ്ഞു തരാൻ സാറ്. കരയൊന്നും വേണ്ട, നമുക്കിത് മാറ്റിയൊക്കെ ചെയ്യാം. ഞാനിത് ചെയ്ത് കൊടുത്ത് ചെന്നിട്ടുണ്ടായി സാറേ, എങ്ങനെ ഒന്ന് കളഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ അവരാ പറഞ്ഞത് സാറിനെ ഒന്ന് കാണാൻ. അത് കളയാന്ന് പറഞ്ഞാൽ താടി പിടിക്കണമാതിരി വേറാണ്ട് കളയാനൊന്നും പറ്റില്ലതേ. ഇത് ലേസർ ടെക്നോളജി വെച്ചിട്ടേ നമുക്കിത് ഒഴിവാക്കാൻ പറ്റൂ. അപ്പോൾ ഇതിനെത്ര രൂപയായി? ഇത് 7000 രൂപയായി. അപ്പോൾ അതിൻ്റെ ഒരു 4 ഇരട്ടി വരുമെന്ന് വിചാരിച്ചോ? കളയാനാ? മാത്രമല്ല അതിനൊക്കെ ഒരു 5-6 മാസം എടുക്കും. അതിനൊക്കെ ക്ഷമ വേണം. 6 മാസം ഞാൻ ഇതും കൊണ്ട് നടക്കണം. നടക്കേണ്ടി വരും. എന്താ തൊഴിൽ? ഒന്നും ആയിട്ടില്ല, നോക്കണം. തൊഴിൽ വീതിയൊക്കെ മേടിച്ച് അപേക്ഷയൊക്കെ ഇവിടെ ഉണ്ട്, ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതാണ് പണി. പക്ഷെ ഞാൻ എൻ്റെ ഇവിടെ അടയ്ക്കാൻ പൈസ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ? ഇത്രയും പൈസ ബുദ്ധിമുട്ടാണ് സാറേ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ പ്രേമിച്ച പെൺകുട്ടി പോയി എന്നല്ലേ പറഞ്ഞു വേറെ ആളുടെ കൂടെ? അവളെ ഒന്നുകൂടെ പോയി കണ്ടിട്ട് തിരിച്ചു വിളിക്കാൻ പറ്റുമോ നോക്കുക. അവൻ വെറും കച്ചറയാണ് സാറേ, അവൻ എന്നെ തല്ലും. എന്നാൽ പിന്നെ വേറൊരു വഴിയുണ്ട്. സ്വീറ്റി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പോയിട്ട് കല്യാണം കഴിക്കുക. അത് നടക്കൂല സാറേ. ഞാൻ ഇവളെ കൂടി ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ ലോകം മുഴുവൻ അറിയാം ഇവളെ കൂടി തൂങ്ങി നടന്നത്. ഇനി ആരും അങ്ങനെ അടുക്കൂല എൻ്റെ അടുത്ത്. എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടിയെ സ്വീറ്റി എന്ന് വിളിച്ചാൽ പോരെ? എനിക്ക് വൃത്തികെട്ടവളുടെ പേരെൻ്റെ കവളത്തുനിന്ന് കളയണം സാറേ, അതാണ് എൻ്റെ പ്രധാനം. അങ്ങനെയെങ്കിലും ഒന്ന് കളയും. അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്, താടി വളർത്തിക്കോ, എന്നാലും അറിയില്ല. അത് വരണ്ടേ? 3 മാസം നോക്കിയാലും സെക്കൻഡ് ഷോന് ആളിരിക്കണ പോലെ 3-4 അവിടെ ഇവിടെയൊക്കെ വരും. താടി വന്നില്ല. താനൊക്കെ എന്തൊരു പോങ്ങനാടോ. അല്ല, എനിക്ക് അറിയാൻ വയ്യാണ്ട് ചോദിക്കുകയാണ്. ബുദ്ധിയുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ വാക്കും കേട്ടിട്ട് സ്വന്തം മുഖത്ത് ഇതേമാതിരി ചുട്ടി കുത്തോടോ? പറ്റിപ്പോയി സാറേ, ആത്മാർത്ഥം കൊണ്ടാണ്. എനിക്കാണെങ്കിൽ ഈ ജാതി ആളുകളെ എൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ടുകൂടാ. എന്തോ നല്ല കാര്യത്തിനാണ് ഇപ്പം ഞാൻ നിൻ്റെ അടുത്ത് ദേഷ്യപ്പെടാതിരുന്നത്. അത് നിൻ്റെ ഭാഗ്യം എന്ന് കൂട്ടിക്കോ. സാറ് വേറെ ഒരു മാർഗമില്ലേ ഇതൊന്ന് കളയാം? വേറെ മാർഗമുണ്ട്. തുടയുടെ മുകളിൽ നിന്ന് ഒരു പീസ് സ്കിന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ മുഖത്ത് പച്ച കുത്തിയിട്ടില്ലേ, അവിടുത്തെ സ്കിന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഈ സ്കിന്ന് അവിടെ വെച്ച് പിടിപ്പിക്കണം. അതിനിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പൈസയും പോരാ, അതിൽ കൂടുതൽ വരും. അതാ വേണ്ട. മേഡം, ഞങ്ങൾ ഇവിടുന്ന് ഇൻസ്ട്രക്ഷൻസ് തന്നിരുന്നില്ലേ? 5 days നിങ്ങൾ കുളിക്കരുതെന്ന് പറഞ്ഞതല്ലേ? യു ബാത്ത് അതെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളിത് മൊത്തത്തിലൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ്. ഇതിന്റെ ഓണർ ആരാണ്? ഞാൻ തന്നെയാണ് സാർ. നിങ്ങളതിന്റെ ഓണർ? അത് ശരി. ഇതിപ്പോ എത്ര നാളായി ഇത് നടത്താൻ തുടങ്ങിയിട്ട്? 3 വർഷമായി സാർ. അതെ. ഇവിടെ ഇപ്പൊ ഇത് കുത്തണോര് എന്താ ഇതിന്റെ ഇത് പറയാ? ഡിസൈനർ. അത് ആരാ ചെയ്യണേ? അത് സ്റ്റാഫ് ഉണ്ട് സാർ. അതാണോ പെണ്ണാ? അത് ആണാണ്. എന്നാ ഓനൊന്നും ഇങ്ങോട്ട് വിളിക്കുമോ, ഒന്ന് നോക്കട്ടെ. വിളിക്ക്, ആളെ ഇങ്ങോട്ട് വിളിക്ക്. നിങ്ങളുടെ പേരെന്താണ്? മണ്ടോദരി. മണ്ടോദരി. നിങ്ങളിവിടെ എത്ര ആളായി? 3 years. എന്താണ്? 3 years. ശരി. नमस्कार सर. നിങ്ങളുടെ പേരെന്താണ്? मैं मंडल कोबरा.
मनमत कोबरा ആ അത് ശരി ആ കോബ്ര ആരാ വാപ്പേ അച്ഛൻ്റെ പേരാ नहीं वो कोबरा मेरा मैं तो ये कोबरा है ना साहब स्नेक कोबरा स्नेक उसका टैटू मैं बहुत अच्छी करता हूँ बॉम्बे में मेरा സർ बड़ा ഈ नाम है കോബ്ര സ്നേക്കിന്റെ പിക്ചർ നന്നായിട്ട് ടാറ്റു നല്ല ഇതായിട്ട് ചെയ്യും എന്താ മനസ്സിലാവുണ്ടല്ലോ പാമ്പിന്റെ ഡിസൈൻ ഒക്കെ നന്നായിട്ട് ചെയ്യും സ്പെഷ്യലിസ്റ്റ് टैटू करता है स्पेशलिस्ट है मैं बॉम्बे में बहुत बड़ा नाम है मेरा का हाँ നിങ്ങൾ പോയോ എത്ര വർഷമായി ഈ പണി ചെയ്യാൻ തുടങ്ങിയിട്ട് सर मैं तो दस साल हुआ है 10 എന്തിനെ ഇങ്ങനെ കിടന്ന് വിറക്കണ എന്നെക്കാളും തണ്ടും തടിയുണ്ടല്ലോ എനിക്ക് पुलिस के इतने पास में कभी नहीं है പിന്നെ ഇത് ചെയ്യാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്കുണ്ടോ ഇവിടെ ഉണ്ട് ഈ സ്ത്രീകളിനൊക്കെ ഈ തന്നെയാണോ വർക്ക് ചെയ്യണേ വേറെ സ്ത്രീ സ്റ്റാഫ് ഉണ്ടോ ഇല്ല സാർ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആൾ തന്നെയാണ് बदतमीजी काम कोई नहीं करता है सर पैसा कमाना नहीं अच्छा नहीं अच्छा അതെ ഈ അടുത്ത കാലത്ത് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ പത്രവാർത്തകളും കാര്യങ്ങളും അതെ സാർ അല്ലേ അറിയാം. ആ അപ്പൊ അതിനോടനുബന്ധിച്ചാണ് ഇപ്പൊ ഈ ഇതൊക്കെ നടക്കണത് ഇവിടെ ചെക്കിംഗ് ഒക്കെ सर वो इधर वो सब हमारे बहन है साहब हमारे बहन है എന്താ ऐसे പറഞ്ഞത് മൂപ്പര്? അതായത് ഇവിടെ വരുന്ന ലേഡീസ് ഒക്കെ പെങ്ങന്മാരെ പോലെയാണ് बंगाल बंगाल है അല്ല, അതൊക്കെ ശരി തന്നെയാണ് അത് ഇപ്പൊ ഒരു ആങ്ങളെ കാണിച്ചു കൂട്ടിയ പ്രശ്നത്തിന്റെ മുകളിലപ്പോ ഞങ്ങളൊക്കെ ഈ കയറി ഇറങ്ങി നടക്കുന്നത് നിങ്ങൾ സത്യസന്ധമായിട്ട് നടത്തുന്ന സ്ഥാപനമായിരിക്കും അതെ സർ. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ കുഴപ്പം തന്നെയാണ് ഒരുപാട് സ്ത്രീകളുടെ പരാതികൾ എത്തിയിട്ടുണ്ട് സ്റ്റേഷനിലേ साहब भगवान के नाम से कहते हैं आप विश्वास कीजिए इधर ऐसे कोई बदतमीजी नहीं चलता है साहब ഓ എന്തിനെങ്ങനെ കിടന്ന് വെല്ലുവിളിക്കണം ഒന്ന് പറയണമെന്ന് നമുക്ക് മനസ്സിലാവണില്ല ഒന്നും ഉണ്ടാണ്ടിരിക്കുക പേടിക്കണ്ടാവറേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ അല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ കേട്ടോ എന്നിട്ട് അതിന് ശേഷം തുറന്ന് പ്രവർത്തിച്ചാൽ മതി അതുവരെ ഇത് തുറക്കാൻ പറ്റൂല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അകത്തൊക്കെ ഒന്ന് കയറി ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് അതിന് കുഴപ്പമുണ്ടോ ഇല്ല സാർ ആ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് വായോ ഒന്ന് നോക്കട്ടെ आइए साहब आइए അല്ല ഇജ്ജ് വരണ്ട ഇജ്ജും വരണ്ട ഓളും വരണ്ട അത് പറഞ്ഞാൽ മനസ്സിലാവണ ആരെങ്കിലും വന്നാൽ മതി നിങ്ങളൊന്ന് വരി ഒന്ന് വാ അതൊക്കെ ഒന്ന് നോക്കി ഒക്കെ എടുത്തോളൂ വരും സാർ मंडू मैम मालिक से बोलना मेरा बैलेंस सैलरी देने में वापस बॉम्बे जाता हूँ मैं इधर काम नहीं करेगा क्या है हाँ എനി പ്രോബ്ലം क्या प्रॉब्लम ഏതെങ്കിലും ഗേൾസിനോട് മോശമായി പെരുമാറിയോ मंडू मैम ऐसे मत बोलना हाँ मेरे को भी माँ बहन सब कुछ है मैं क्यों ऐसे काम करता है ऐसा हरामी नहीं हूँ मैं മാഡം നമസ്കാരം എനിക്ക് മാനേജർ ഒന്ന് കാണണം ടെൽ മീ സർ ഇറ്റ്സ് ഹോളിഡേ ഫോർ 1 month ഓക്കെ എൻ്റെ പേര് സത്യശീലൻ ആ ഞാനൊരു ഡോക്ടറാണ് ഓക്കെ സർ ആ, ഈ ടാറ്റു കേന്ദ്രങ്ങളിലെല്ലാം ഈ റെയ്ഡ് നടക്കുന്നുണ്ടെന്നുള്ള വിവരം അറിഞ്ഞു ഞാൻ ആകെ ടെൻഷനിലായിട്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് നിങ്ങളുടെ ഈ CCTV ദൃശ്യങ്ങൾ എന്നെ ഒന്ന് കാണിക്കണം അതിനെനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്നിട്ട് ടാറ്റു അടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് തരണം പ്ലീസ് സർ ടാറ്റു ചെയ്യുന്നത് ഓരോരുത്തരുടെ പ്രൈവസി അല്ലേ അവിടെ CCTV വെക്കില്ല നിങ്ങൾ ഇപ്പം ഇല്ല എന്നൊക്കെ പറയും ഇത് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ കാണിക്കണം ചിലപ്പോൾ ക്ലയൻസ് ആവശ്യപ്പെടും അവരുടെ വീഡിയോ ഒരു ഫോട്ടോ വേണമെന്ന് അത് അവരുടെ മൊബൈലിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഇനി ഈ കുരുത്തം കെട്ടവളെങ്ങാനും ഇത് എടുത്തിട്ടുണ്ടോ എന്തോ മറിമായം